അതുപോലെ ഞായറാഴ്ചയായിരുന്നു. രാവിലെ എഴുന്നേറ്റു, എല്ലാവരും കൂടി ഇടിച്ചു കുത്തി പള്ളിയിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഉച്ചക്കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇടയില്ലെങ്കിലും ഉള്ള ഇടയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി തിരികെ രാവിലെ പള്ളിയിൽ പോയി കേട്ടോ. പള്ളി കുർബാനയെല്ലാം കഴിഞ്ഞ് ഇടവക്കാരോടൊക്കെ വർത്താനം പറഞ്ഞു, അറിയാവുന്നവരോടൊക്കെ വർത്താനം പറഞ്ഞ് വന്നപ്പോഴത്തേനും വണ്ടി ഫുള്ള്. രാവിലെ വണ്ടി വരാത്തവരൊന്നും കേട്ടരുത്. അങ്ങനെ ജോസ് പപ്പയും ആൻസമ്മേന്റെയും മമ്മിയും ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളി കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ കലി പൂണ്ട് പപ്പ സിറ്റൗട്ട് ഇരിപ്പുണ്ടായിരുന്നേ. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല താമസിച്ചത്. ഞാൻ കാരണം വന്ന് താമസിച്ചെന്ന് മമ്മിയും അച്ഛൻ്റെ പ്രസംഗം കാരണം വന്ന് താമസിച്ചെന്ന് ഞാനും പറഞ്ഞു. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതുണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ, പുറത്ത് കടയിൽ പോയി നല്ല അന്തസ്സായിട്ട് വാങ്ങിച്ചു. അല്ലെങ്കിൽ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം മിക്കപ്പോഴും വീട്ടിൽ ആളിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നായിരിക്കും ഫുഡ് വാങ്ങിക്കുന്നത്. കാരണം ഇത്രയും പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേനും മമ്മിയുടെ വൈപ്പ് അത് വരും. അത് തന്നെയല്ല, ഇത്രയും പെണ്ണുങ്ങളുള്ള വീടല്ലേ, എന്നാൽ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കത്തില്ലേ എന്ന് വിചാരിച്ചാൽ മമ്മി ഞങ്ങളെ ആരെയും കയറ്റാറില്ലെന്നേ. കാരണം ഞങ്ങളുടെ വീട്ടിലെ ലക്ഷ്മി നായർ മമ്മിയാണെന്നാണ് മമ്മിയുടെ വിചാരം. മുട്ട വേണോ? മുട്ട ഗ്രേവി വെച്ച് മൂടി വെച്ചേക്കുന്ന സോണിയ. ഈ ചുവട്ട് തൊഴിലാളികളാ ഇതുപോലെ ബോർഡറാണ് അടിച്ചിരുന്നത്. ഇവിടുത്തെ ചുവട്ട് തൊഴിലാളിയാണ്. അതിനെന്നാ അവിടെ ചുമക്കുന്നില്ലല്ലോ. സോണിയ ആ പാടൊന്ന് കാണിച്ചേ. അല്ല, ഞങ്ങളെല്ലാം മുറിഞ്ഞ പാട് കാണിച്ചപ്പോ സോണിയക്ക് എന്തെങ്കിലും ഒന്ന് കാണിക്കണം. അപ്പൊ സൈക്കിൾ ഉള്ളത് കാണിക്കാനുള്ളൊരു പൊങ്ങച്ചോ അടിക്കാം. ഞങ്ങള് പിന്നെ ബുള്ളറ്റ് എന്നാ വീണേ. കാണിച്ച് സോണിയ കാണിച്ചേ, പാട് കാണിച്ചേ. പാടില്ല, കാണിക്കേ. അതെന്നിട്ട് അത് ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. അവിടുത്തെ ആ പറമ്പിൽ കൂടെ ഉള്ള അന്ന് അയലോക്കങ്ങളിലെ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പാല വരുന്നു. എന്ത് റിസ്ക് ആയിരുന്നു അവിടെ ലൈഫല്ലേ. പാലത്തെ കൂടെ പാലും പാത്രം ബാലൻസ്. ആണ്ട താഴെ നമ്മുടെ പറമ്പില് ഞങ്ങൾ ഒരു കയ്യിൽ പാലും പാത്രവും ഇതിനു മടി നിറച്ച് നാരങ്ങായും പിടിച്ചേർന്നൊരു റിസ്കി ഷോട്ട്. സോണിയ കാണിച്ചാൽ ഈ കൈയുള്ള കൈയില്ലാത്ത വീഡിയോ ഒന്നും നടത്തിയിട്ടില്ല. ആന്റി കൈയില്ലാത്ത ഉറുപ്പിടും. ഞാൻ എടുക്കുന്നത് ലിറ്റി ഭയങ്കര എഡിറ്റിംഗാണ്. ഒരു ഹാർട്ട് പോകാണ്, പക്ഷെ ആവശ്യമുള്ളിടത്തല്ല. അല്ല മമ്മി ചെറുപ്പത്തിലേ ഞങ്ങളെ എനിക്ക് ഓരോടത്ത് തിന്നാൻ വിടുമായിരുന്നു. ഞാനില്ല കേട്ടോ, സിഗ്നലർ പറഞ്ഞാൽ ലിറ്റി കോഴിയുടെ കൂടത്തില് ലിതാ പശുവിന്റെ കൂടത്തില് അഭിലാഷ് ഒരു 30 സെക്കൻഡ്. അങ്ങനല്ല, ഓരോരുത്തരല്ല സോണിയ കോഴിയെ തീറ്റിക്കാൻ വിടുമായിരുന്നു. ഈ മണ്ഡലത്തെ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ എസ്റ്റേറ്റില് എന്തുകൊണ്ടല്ല ഈ പണ്ടാറ് പിടിച്ച കോഴി തിരിച്ചു വരത്തില്ല. അതുങ്ങളെ കൊണ്ടൊക്കെ വരുന്നത് നീ ഓർക്കുന്നുണ്ടല്ലോ. മമ്മി ഞാൻ അവരോടെ തിന്നാൻ പോയിട്ടില്ലല്ലോ, എനിക്കറിയത്തില്ല. കാപ്പിത്തോടും ഞാൻ ഞങ്ങൾ പോകും. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്നാ അതിനേക്കാളും രസമുണ്ടല്ലോ. ഇത് ഇത്രേ ഉള്ളു, നടക്കാറായതേ ഉള്ള. എന്നിട്ട് ആ വള്ളിക്കത്തോടിലാകെ ഈ കോഴിയും കുഞ്ഞുങ്ങളും കൂടെ പോകുമ്പോണ്ടല്ലോ, ആ അള്ളി പിടിച്ച് കയറി പോയാ അമ്മ പോകും കേട്ടോ. ഞാൻ തല്ലും കൊടുത്ത് എടുത്ത് അവിടുന്ന് മിറ്റത്ത് നിർത്തുവേ. മിറ്റത്ത് നിർത്തുമ്പോ ഞാൻ അവിടെ നിന്ന് നടന്നു വരാറുണ്ടെന്ന് പറഞ്ഞ് പിന്നെ പോയി അവിടെ തിരിച്ചിറങ്ങി വരുമായിരുന്നു. എന്തൊരു മൂസായിട്ടായിരുന്നു. നമ്മളൊരു ഗ്ലാസ് ഇവിടെ എടുത്തു കൊടുത്താ ഞാൻ എടുക്കാറുണ്ട്. അവിടെ കൊണ്ട് വെച്ചത് തിരിച്ചെടുത്തോണ്ട് പോകുന്ന പാർട്ടിയാണ്. ലിജോ ഉണ്ടായിരുന്നോ? ലിജോ മൂശാട്ടൊന്നുമല്ലായിരുന്നു, ഞാനായിരുന്നു മൂശാട്ട. ഞാൻ ഇവിടെ ഇവിടുത്തെ തൊലി മുതൽ സിമെന്റ് ഇറക്കുന്നുണ്ടോ? നമ്മുടെ വെള്ളാറങ്കലിൽ അന്ന് വെള്ളാറങ്കലില്ലേ, താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ആഫ്രിക്ക അല്ല ശ്രീലങ്ക പോലെ തൊലി പോയി. അതുകൊണ്ട് പിന്നെ എണ്ണ കരിച്ച് വെച്ചോണ്ടിരുന്നൊക്കെ ഓർക്കുന്നുണ്ട്. ഈ സിമെന്റിയും കുഞ്ഞുങ്ങളും ഒക്കെ നല്ല രസം, നല്ല ഓർമ്മകളാണ്. മമ്മി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കോഴിയെ തിന്നാൻ കോഴിയോട് ഇറക്കി
എവിടെയെങ്കിലും പോകും. സോണിയ ബൈ ബൈ. ആണോ എവിടെ ആണോ? ഇവര് മുണ്ടക്കാൻ വരുന്നുണ്ടോ? അങ്ങനെ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഞങ്ങളുടെ ചെറുപ്പത്തിലെ വീരഗാഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഒരു പരുവായി കേട്ടോ. ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള കുസൃതി എല്ലാം ആന്റി വിവരിക്കുമായിരുന്നേ. അതെല്ലാം കഴിഞ്ഞപ്പോൾ സോണിയായും പൊന്നിയും ഒരു ശരാശരി കോട്ടയംകാരുടെ വട്ടമേശ സമ്മേളനം എങ്ങനെയാണെന്നറിയോ? ജസ്റ്റ് ഒത്തു നടക്കിതേ ചക്ക, ചക്കക്കുരു, കുരു, ചക്ക. അതൊക്കെ വേണ്ടറിഞ്ഞു. നമ്മൾ വർത്താനം പറയുമ്പോൾ നമ്മുടെ കാരണവന്മാര് ചക്ക കൊണ്ട് തള്ളെന്ന് പറഞ്ഞ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് കഴിപ്പിന് കയറി കേട്ടോ. ചുമ്മാ വർത്താനം പറഞ്ഞിരുന്നപ്പം മമ്മി പറഞ്ഞു എന്നാലും മിണ്ടിയും പറഞ്ഞിരിക്കല്ലേ കുറച്ച് ചക്കയും കൂടെ കഴിച്ചോളാൻ. അങ്ങനെ ചക്കയെല്ലാം കഴിച്ച് അടുത്ത ട്രിപ്പിന് കയറി. കഴിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറഞ്ഞ പോലെ അത് നല്ല അടിപൊളി ചക്കയൊക്കെ നാട്ടിൽ ചെന്നിട്ട് കിട്ടുമ്പോഴേ എങ്ങനെ നമ്മൾ വേണ്ടാന്ന് പറയും. അത് ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നിട്ട് ചക്ക തിന്ന അത്രയും ചക്ക ഒരു പ്രാവശ്യവും കഴിച്ചില്ല കേട്ടോ. അതുപോലെ ചക്കയായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിരുന്നെന്നുള്ള. ഈ ചക്കതീറ്റ കണ്ടിട്ട് ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വെക്കേഷന് വരുമ്പം എൻ്റെ വീട്ടിലോട്ട് പോര് ഇഷ്ടം പോലെ ചക്ക തന്നേക്കാം കേട്ടോ. അതാ മജോങ്കളുടെ ഒക്കെ ഒരു കസിൻ്റെ, നമ്മുടെ മജോങ്കളില്ലേ, അല്ലെങ്കിൽ താഴത്തെ കുഞ്ഞുമേൻ്റെ അറിയത്തില്ല എനിക്ക്. കുഞ്ഞുമേൻ്റെ ഒക്കെ ചാക്കോത്തിങ്ങളില്ലേ, ചാക്കോത്തിങ്ങളിൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബേബിയുടെ. ഇതെല്ലാം കൂടെ എങ്ങോട്ട് പോകുന്നു ഇപ്പൊ? ഒരിക്കലും ചക്ക കഴിച്ചു, അടുത്ത കേക്ക് കുത്തി കേട്ടു ഓ അമ്മേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ വാങ്ങിച്ചോ? മട്ടൻ ഏതാ ചിക്കൻ ഏതാന്ന് അറിയാൻ മേലാത്തവന് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയോ കല്യാണത്തിന്റെ? ലിനു ഇനി ആൻസമ്മേന്റെ ഉടനെ വിളിച്ച് അങ്ങോട്ട് പോയേക്കും. അതെ, എന്തൊരവസ്ഥാന്തരങ്ങളൊക്കെയാണെന്ന്. നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ ആരെങ്കിലും ട്രോളുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടിയെ. ഇന്ന് അനിയായിരുന്നു, മിക്ക ദിവസവും അനിയ. ഒന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടും, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇവിടെ കൂടും. അങ്ങനെ കഴിപ്പും ബഹളം എല്ലാം കഴിഞ്ഞിട്ട് ഞാനും ജസ്റ്റിയും ജെയ്ഡും കൂടെ ജസ്റ്റിയുടെ തറവാട് വീട് വരെ പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ പള്ളിക്കത്തോട്. അങ്ങനെ നേരെ നമ്മൾ അടുത്ത ട്രിപ്പ് പള്ളിക്കത്തോട്ടിലേക്ക്. അവിടെ ജസ്റ്റിയുടെ ആൻറ്റിമാരും അങ്കിളുമാരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അടുത്ത കുടുംബസംഗമം അവിടെ അയക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് നമ്മളെല്ലാവരും കൂടെ വാചോടെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കും എൻ്റെ വീട്ടിലും ഇഷ്ടംപോലെ കുടുംബക്കാരുണ്ട്. കെട്ടിച്ചു വിട്ട വീട്ടിൽ ചെന്നാൽ അവിടെ ഇഷ്ടംപോലെ കുടുംബക്കാരാ. ഏതൊരു ആവശ്യം ഉണ്ടെങ്കിലും എല്ലാവരും ഉണ്ടെന്നുള്ള. അങ്ങനെ എല്ലാവരും കൂടെ കൂടി വർത്താനമായി വാചകവടിയായി പഴയ കഥകളൊക്കെയായി. ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ പഴയ ഒരു തറവാട് വീട്? യെസ്, നമ്മൾ പറയാറുള്ള പോലെ പഴയ ഒരു പൂക്കാ കുടുംബം. മനസ്സിലായില്ല എന്ന് വെച്ചാൽ പുരാതന കത്തോലിക്ക കുടുംബമെന്ന്. ജസ്റ്റിയുടെ തറവാട് വീട് എനിക്കൊന്ന് 175 വർഷം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ അറയും നിരയൊക്കെ ഉള്ള വീടില്ലേ, അങ്ങനത്തെ വീടാട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോഴും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഫുൾ അറയും നിരയൊക്കെ ആയിട്ടുള്ള വീട്. നല്ല രസമാണ് വീടിനകത്തിരിക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു തരി ചൂടെന്ന് പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പണ്ടത്തെ നിർമ്മിതികളൊക്കെ സമ്മതിക്കണം അല്ലേ. നമ്മുടെയൊക്കെ വീട്ടിൽ ഫാൻ ഇടാതെ ഒരു നിമിഷം നമുക്ക് ഇരിക്കാൻ പറ്റുമോ? നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ തറ സീറ്റായിരുന്നു. തറയിലിരിക്കാൻ നല്ല രസമാണ്. ഇപ്പം ഞാനാണ് ക്യാമറ എടുത്ത് വീഡിയോ എടുക്കുന്നതെങ്കിൽ ആ വീട്ടിലിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് ഓടും. എന്നെ കാണുമ്പോഴേ ചെതറി ഓടും. ഞാൻ വീഡിയോ എടുക്കുമെന്ന് യൂട്യൂബിലിടും അവർക്കറിയാം.
ഇത് തിരിച്ചെങ്ങനെ പോകുന്നത്. ഇവര് കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ വീഡിയോ എടുത്താ ഇതാ അവസ്ഥ. എല്ലാരും മുഖം പൊത്തും. പക്ഷെ ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുമെന്ന് അറിഞ്ഞിട്ടും അങ്കിൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയില്ല, ആൻറ്റി അവിടെ ഇരിപ്പുണ്ട്. ബാക്കി എല്ലാവരും എന്നെ കണ്ടപ്പോൾ ഓടി. കുറേ ആൾക്കാർ ഗ്രൂപ്പായിട്ടിരുന്ന് ലോകകാര്യം സംസാരിക്കുന്നു, കുറച്ച് പേരിരുന്ന് സിനിമ കാണുന്നു, പിള്ളേരിരുന്ന് കളിക്കുന്നു. അങ്ങനെ പല ഗ്യാങ് ആയിരുന്നു കേട്ടോ. കാരണം അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഞാൻ എപ്പോഴും തറവാട്ടിൽ പോകുമ്പോൾ ഓർക്കേ ഒരു ലോങ് വീഡിയോ എടുക്കാം, തറവാട് വീട് കാണിച്ച് മാത്രമൊന്നും. ഇനി സമയം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാവേ. ശരിക്കും നമ്മൾ കണ്ട ഒത്തിരി സാധനങ്ങളുണ്ട്. പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ച എന്താ പറയുന്നത് അളവുകോലും പിന്നെ എന്താ പറയുന്നത് നെല്ലളക്കുന്ന സാധനവും അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് തറവാട്ടിൽ. അങ്ങനെ വാചോടി എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല കട്ടൻ കാപ്പി തിളപ്പിച്ചുകൊണ്ട് വന്നു ആൻറ്റി. അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. കാരണം ചക്കപ്പഴമൊക്കെ കഴിച്ചിട്ടേ ഒരു നേരം വിശക്കുന്നില്ലായിരുന്നു, പിന്നെ വയറ്റിലോട്ട് സ്പേസും ഇല്ല. അത് കഴിഞ്ഞിട്ട് വാചോടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും യാത്ര പറഞ്ഞ് പോകാനിറങ്ങി. നമ്മളെല്ലാവരും പല വഴിക്ക് പിരിയുന്നവരാണ് കേട്ടോ. ആൻറ്റിക്കും അങ്കിളിനും ജോസ്മോനും ഒക്കെ പെരുമ്പാവൂർക്ക് പോകണം, നമുക്ക് നേരെ പത്തനംതിട്ടയ്ക്ക് പോകണം. അതെന്താ ഇപ്പോൾ പത്തനംതിട്ടയ്ക്ക് പോകുന്നതെന്ന് ചിന്തിച്ചോ നിങ്ങൾ? ശരിക്കും നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോകുന്നത് നമ്മുടെ അച്ഛനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ്. അച്ഛനും പത്തനംതിട്ടയൊന്നുമല്ല, അച്ഛന് പോകേണ്ടത് തെങ്കാശിക്കാണ്. എന്നാൽ പിന്നെ പുനലൂർ കൂടി തെങ്കാശിക്ക് പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വിളിച്ച് വണ്ടിയെ കയറ്റിയത് കേട്ടോ. നമ്മൾ ആരാ മക്കള്, പാവച്ഛൻ. നേരെ വല്ല ട്രെയിനോ ബസ്സിനോ പോകുമായിരുന്നേ നേരെ തെങ്കാശി ചെന്നേ. നമ്മൾ പകുതി വഴിയൊന്ന് പത്തനംതിട്ട ആയപ്പോൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ബസ് തെങ്കാശിക്ക്. അങ്ങനെ തെങ്കാശി ഇറക്കി വിടാമെന്ന് പറഞ്ഞ അച്ഛനെ ഞങ്ങൾ വഴിയിൽ ഉപദേശിച്ചു. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിട്ട് പറഞ്ഞു, ദോ ബസ്സേ കയറി തെങ്കാശിക്ക് പൊക്കോ, ഞങ്ങൾ പതുക്കെ വീട്ടിലും പോകാമെന്ന്. അങ്ങനെ അച്ഛനെ അവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ നേരെ ഇനി നമ്മുടെ വീട്ടിലോട്ട്. ഇതാണ് പത്തനംതിട്ട. കണ്ടിട്ടില്ലാത്തവർ കണ്ടു. നമ്മൾ വല്ലപ്പോഴും മാത്രം അങ്ങനെ പോകേണ്ട ആവശ്യം പത്തനംതിട്ടയ്ക്ക് വരുന്നില്ല. ഇങ്ങനെ വന്നതുകൊണ്ട് ഒരു വീഡിയോയും കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പത്തനംതിട്ട പാസ് ചെയ്യുന്ന ട്രിവാൻഡ്രം ഒക്കെ പോവുകയാണെങ്കിൽ പത്തനംതിട്ട ത്രൂ ആ പോകുന്നത്. തിരിച്ചു വരുമ്പോഴും പത്തനംതിട്ട കൂടെയാണ്. ആ ഒരൊറ്റ ബന്ധം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ തെങ്കാശിക്ക് പോകേണ്ടത് ഇതുവഴി എളുപ്പവഴി ആയതുകൊണ്ട് അങ്ങനെ പോയെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ള നമ്മുടെ പോപ്പുലറായ നമ്മുടെ ഫേവറേറ്റ് പൊന്തമ്പുഴ വനം വന്നു കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വനം. ഇതാണ് പൊന്തമ്പുഴ വനം. വനയല്ല, വനം. കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. കോട്ടയം ജില്ലയ്ക്ക് ആകെ കൂടെ ഇച്ചിരി ഉള്ളൊരു വനമാണ്. എന്താ പറയുന്നത്, പത്തനംതിട്ട ജില്ലയും കോട്ടയം ജില്ലയും ഷെയർ ചെയ്യുന്നൊരു വനം കൂടാണ് പൊന്തമ്പുഴ വനം. അത് മാത്രമല്ല വന്യമൃഗങ്ങളില്ലാത്ത ഒരേ ഒരു വനം എന്ന് വേണേൽ പറയാം. ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം മണിമലയാറ്. അങ്ങനെ വനവും പൊന്തമ്പുഴ വനവും മണിമലയാറും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര ഇവിടെ തീരുവാണ്. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.